Hello, Assalamu alaikum, Namaskaram, welcome back to Hanna's Happiness. Thank you very much for stopping by. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഖത്തറിലെ ഒരു സൂക്കിലാണ്. ഖത്തറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൂക്കിലാണ്. സൂക്കിൻ്റെ പേര് സൂക്ക് വാക്കിഫ് എന്നാണ് പേര്. ഇത് ഖത്തറിലെ ഒരുപാട് പഴയ ഒരു സൂക്കാണ്. ഇത് ലാസ്റ്റ് റിനോവേറ്റ് ചെയ്തത് 2006 2006 ഇത് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഖത്തറി ആർക്കിടെക്ചറൽ സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ടാണ് ഇത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സെല്ല് ചെയ്യുന്നത് കൂടുതലും ട്രഡീഷണൽ ഗാർമെൻറ്റ്സ്, സ്പൈസസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, സോവനിയേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസാണ്. ഇനിയിപ്പോൾ നമുക്ക് സൂക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ തവ ഫിഷാണ് ഉണ്ടാക്കുന്നത്. ഹമ്മൂറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഹമ്മൂർ വെച്ചിട്ട് തവ ഫിഷ് റെഡിയാക്കാൻ പോവുകയാണ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും. ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കറി ലീവ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ മീനിന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് വലിയ പാനാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. എന്നിട്ടും ഇത് കറക്റ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് മീനെ മുറിക്കേണ്ടി വന്നു. അങ്ങനെ മുറിച്ച് 2 ആക്കിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. നല്ലപോലെ കുക്കായി കഴിയുമ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ സെയിം പാനിൽ 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പൊരിച്ചിട്ട് കറി വയ്ക്കുവാണെങ്കിലും ഈ പൊരിച്ച പാത്രത്തിൽ തന്നെ കറി വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അതൊന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക, അതേ ഉള്ളൂ. ഇനിയിപ്പം ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഏത് കറി ആവട്ടെ, ഏത് കറിയിലാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച മീൻ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ കറി ഇതിപ്പം നല്ല എല്ലാം കൊണ്ട് പെർഫെക്റ്റാണ്. അപ്പം ഞാൻ ഇനി ഇതിലോട്ട് പുളിയും ഒന്നും ആഡ് ചെയ്യുന്നില്ല, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് അങ്ങനെ ഇരിക്കട്ടെ. ആ ഗ്രേവി എല്ലാം കുറച്ച് മേളിലോട്ട് ഒഴിച്ചിട്ട് അതങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക.
ഞങ്ങൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങിച്ച് കഴിക്കുമ്പം സാധാരണ ഇതിൻ്റെ പുറത്ത് മൊത്തം ഈ പച്ചമുളകും നമ്മുടെ ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റിയത് ഫുൾ മേളിങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാനും ലാസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇടുന്നുണ്ട്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൻ്റെ പുറത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലക്കകത്തോട്ട് ഇതാക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ പാൻ അതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറാണ്. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, വാഴയില ഒന്നും ഇല്ല. നമ്മൾ ഇവിടെ എവിടെ നിന്ന് വാഴയില ഒപ്പിക്കാനാണ്. അപ്പം ഓണമൊക്കെ ആണെങ്കിൽ ലുലുവിൽ കാണും, അല്ലാത്ത സമയത്ത് കാണൽ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിപ്പം ഇതൊന്നും തന്നെ ഇല്ല, നമ്മളിപ്പം പൊറോട്ട ബീഫൊക്കെ റെഡിയാക്കിയിട്ട് പൊറോട്ട വയ്ക്കുക, അതിൻ്റെ മുകളിൽ ബീഫ് വയ്ക്കുക, എന്നിട്ട് പൊറോട്ട വയ്ക്കുക, എന്നിട്ട് ഈ വാഴയിലേക്കകത്ത് അത് വെച്ചിട്ട് ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല ഒരു ഫ്ലേവറാണ് അതിന്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സൂക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ സൂക്കിലോട്ട് പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയത്താണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കില്ല. വീക്കെൻഡ്സിലാണെങ്കിലും വീക്ക് ഡേയ്സിൽ രാത്രിയാണെങ്കിലും ഇവിടെ ഭയങ്കര ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സമയത്ത് പോകുന്നത്. ഇനിയിപ്പോൾ ആദ്യം ജ്വല്ലറി ഷോപ്സാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുൾ ജ്വല്ലറി ഷോപ്സ് തന്നെയാണ്. ഇവിടെ കൂടുതലും ഗോൾഡും സിൽവർ ജ്വല്ലറീസാണ് വിൽക്കുന്നത്. പിന്നെ നാട്ടിലെ പോലെ നമുക്ക് BIS 916 എന്നൊക്കെ പറയത്തില്ലേ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഇവിടെയും ഗവൺമെൻറ് സ്റ്റാമ്പ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ സൂക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വഴികളാണ്. നമ്മൾ എവിടെ കയറിയാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു റൂട്ട് കാണും. അപ്പം അവിടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുൾ കടകളായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികൾ കാണും. ഇതിപ്പോൾ ഫുൾ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ ലേഡീസ് ആക്സസറീസ്, കിഡ്സിൻ്റെ ഡ്രസ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഖത്തറിൽ ബാക്കി എവിടെയും അങ്ങനെ ബാർഗെയിൻ ചെയ്യൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് പറഞ്ഞാൽ അവർ കുറച്ച് തരും, നമുക്ക് കുറേ കൂടെ റീസണബിൾ പ്രൈസിൽ തരും. പിന്നെ രണ്ടെണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ കുറയ്ക്കും. ഈ ഒരു ഏരിയ ഫുൾ ബാഗ്, സ്യൂട്ട് കേസ്, സ്ട്രോളർ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ബാഗ്സിനൊക്കെ അറൗണ്ട് 55 ആണ് ഇതിൽ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കൂടെ ബാർഗെയിൻ ചെയ്താൽ അവർ നല്ല റീസണബിൾ പ്രൈസിന് തരും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആളോട് ചോദിച്ചു, ലൈക്ക് 40ക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുടനെ സമ്മതിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഊദ് ആൻഡ് പെർഫ്യൂം ഷോപ്സൊക്കെ ഇഷ്ടം പോലെ ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കാം.
ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബേർഡ് മാർക്കറ്റിലോട്ടാണ്. ഈ സൂക്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ബേർഡ് മാർക്കറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് അവൈലബിൾ ആണ്. പാരറ്റ്സിനൊക്കെ ഇവിടെ ഹൈ ഡിമാൻഡാണ്. ഈ ബേർഡ് മാർക്കറ്റിലൊക്കെ നമ്മൾ എപ്പോൾ പോയാലും ഇത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടാണ് ഇവർ ഇതിനെ വളർത്തുന്നതും വിൽക്കുന്നതും ഒക്കെ. ഈ കേജസ് എല്ലാം റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നോൺ ടോക്സിക് പെയിൻറ്റ് വേണം ഈ ബേർഡ്സിൽ അടിക്കാൻ. അപ്പോൾ സാധാരണ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് കളേഴ്സ്, നിയോൺ കളേഴ്സൊക്കെ അടിക്കുമ്പോൾ ബേർഡ്സിനൊന്നും കുഴപ്പം വരരുതെന്ന് ഓർത്തിട്ടാണ് ഈ റൂൾ കൊണ്ടുവന്നേക്കുന്നത്. നോൺ ടോക്സിക് പെയിൻറ്റ് വേണം അടിക്കാൻ എന്നുള്ളത്. പിന്നെ ഫ്രഷ് കോൾഡ് വാട്ടർ വേണം ഇതിനെ ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ. പിന്നെ കറക്റ്റ് സമയത്ത് ഇതിനെ ഫീഡ് ചെയ്യണം. പിന്നെ ഒരു കൂട്ടിൽ, ഒരു കേജിൽ നമുക്ക് ബേർഡ്സിനെ ആണെങ്കിലും ആനിമൽസിനെ ആണെങ്കിലും ക്രൗഡഡ് ആക്കി ഇടാൻ പറ്റില്ല. ഇവിടെ തന്നെ ബേർഡ്സിൻ്റെ ഫുഡ്, കേജ് എല്ലാം അവൈലബിൾ ആണ്. ഇത് ഫുൾ ഫിഷിൻ്റെ ഒരു ഏരിയ ആണ്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മുടെ വണ്ടിയിലോട്ട് എത്തിച്ചു തരാനായിട്ട് ആൾക്കാർ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്പൈസ് മാർക്കറ്റിലാണ്. ഇവിടെ വെറൈറ്റി ഓഫ് സ്പൈസസ് അവൈലബിൾ ആണ്. മജ്ബൂസ് മസാല, സ്പൈസ് മിക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്പൈസ് മാർക്കറ്റ്, അറബിക് സ്പൈസ് ഷോപ്സിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയും. കൊമേഴ്സിലാണെങ്കിലും കൾച്ചറിലാണെങ്കിലും ആർക്കിടെക്ചറിലാണെങ്കിലും ആ ഒരു ഖത്തറിൻ്റെ ഒതൻറ്റിക് ഫീല് നിലനിർത്തി പോരുന്ന ഒരു ഏരിയ ആണ് സൂഖ് വാഖിഫ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ തന്നെ അവർ മെനു വെച്ചിട്ടുണ്ട്. അപ്പം മെനു സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ കയറാം. പിന്നെ ഇൻ ബിറ്റ്വീൻ ഷോപ്സിലെല്ലാം സോവനിയേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ സോവനിയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഷോപ്പിൽ മാലകളൊക്കെ അവൈലബിൾ ആയിരുന്നു.
അപ്പോൾ ഗോൾഡും സിൽവറും അല്ല. അപ്പം അവിടുത്തെ ഷോപ്പ് കീപ്പർ പറയുന്നത് ഈ മാലയൊന്നും ഓക്സിഡൈസ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ റേറ്റ് പറഞ്ഞത് അതിന് ഒരു മാലയ്ക്ക് ലൈക്ക് 240 റിയാൽസ് ആണ്. ഖത്തർ ഏഷ്യ കപ്പ് ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 2019 ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ തമ്പ്. ഇനി നമ്മൾ പോകുന്നത് സ്വോർഡ്സ് വിൽക്കുന്ന ഒരു കടയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പ് കീപ്പറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞ സ്വോർഡിൻ്റെ വില ലൈക്ക് 2500 റിയാൽസ് ആണ്, നാട്ടിലെ 50,000 രൂപ. ആൻഡ് ഏറ്റവും കൂടിയതിന് 25,000 റിയാൽസ് ആണ്, 5 ലക്ഷം രൂപയുടെ അടുത്ത്. അപ്പോൾ ഇത് അവർ യൂസ് ചെയ്യുന്നത് കല്യാണ ചെറുക്കനെ ഗിഫ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊച്ചു സ്വോർഡ്സ് ഉണ്ട്. ഇതിന് അത്ര മൂർച്ചയില്ലെന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് അവർ ഡാൻസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പോകുന്നത് ഫാൽക്കൺ സൂക്കിലോട്ടാണ്. ഫാൽക്കൺ സൂക്ക് വേറൊരു ഏരിയ ആയിട്ടാണ്. ഫാൽക്കൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ബിഗ് ഡീലാണ്. അപ്പോൾ ഇവിടെ ഫാൽക്കണറി കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. ഫാൽക്കണിൻ്റെ പ്രൈസ് വേരി ചെയ്യുന്നത് അതിൻ്റെ ഫെദറിൻ്റെ ഡീറ്റെയിലിംഗ് അനുസരിച്ചാണ്. അപ്പം ഇവിടുത്തെ ഈ കോമ്പറ്റീഷനിൽ അപ്പം ഈ ഫാൽക്കണും പീജിയനും മീൻസ് ഏത് ഫാൽക്കണാണോ ഫസ്റ്റ് പീജിയനെ പിടിക്കുന്നത് ആ ഫാൽക്കണിനാണ് ഫസ്റ്റ് പ്രൈസ് പോകുന്നത്. അതിൻ്റെ പ്രൈസ് വേരി ചെയ്യുന്നത് 3 to 5 lakh ഖത്തറി റിയാൽസ് ആണ്. ഫാൽക്കണിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റലുള്ള ഒരു രാജ്യമാണ് ഖത്തർ. ഇനി സൂക്കിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലാണ് ജസ്ര ഹോട്ടൽ. നെക്സ്റ്റ് ഇനി ഹൗസസിൻ്റെയും ക്യാമൽസിൻ്റെയും ഒക്കെ ഏരിയ വരുന്നത് കുറച്ച് മാറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂക്ക് വാക്കിഫിലെ ഡേ ടൈമിലെ വിശേഷങ്ങൾ. അപ്പോൾ നൈറ്റ് ടൈമും കൂടെ കാണിച്ചാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനൊരു അറൗണ്ട് 9 o'clock ഇനി സൂക്ക് വാക്കിഫിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി ഷൂട്ട് ചെയ്ത ഒരു ഏരിയയേ അല്ലായിരുന്നു. രാത്രി ആയപ്പം അത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ജസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഗാർമെൻറ്റ്സ് ആണെങ്കിലും ഒരുപാട് ഷോപ്സ് അപ്പോൾ ഓപ്പൺ ആയി. ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നടന്ന് വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പം വൈകിട്ട് വന്നപ്പോൾ അങ്ങനെയല്ല അവസ്ഥ, ആൾക്കാർ കൂടിയ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ഫനാർ, ഖത്തർ ഇസ്ലാമിക് കൾച്ചറൽ സെൻ്റർ ആണിത്. അതിൻ്റെ നൈറ്റ് ടൈമിലെ വ്യൂ ആണിത്. അപ്പോൾ പകൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൾക്കാർ ഈ നമ്മുടെ പീജിയൻസിനെ ഫീഡ് ചെയ്യും. അപ്പോൾ പീജിയൻസ് ഇങ്ങനെ പറന്ന് പോകുമ്പം ഇതിന് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പം ഒട്ടും ലൈവ്ലി അല്ലായിരുന്നു, ഇപ്പം ഭയങ്കര ക്രൗഡഡ് ആണ്.
രാത്രി ആയപ്പോൾ ശീഷ ലോഞ്ചസ് എല്ലാം നല്ല ആക്റ്റീവായി. പിന്നെ വേറൊരു കാര്യം, ഇത് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വീക്കെൻഡിലല്ല, വീക്ക് ഡേ തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് തന്നെയാണ് ഈ ഒരു ക്രൗഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി.